നമസ്കാരം. തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ സിനിമാ അഭിനയം അവസാനിപ്പിച്ചു. ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജു വാര്യർ. ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജു വാര്യർ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്റെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിന്നാലെയാണ് മഞ്ജു വാര്യരുടെ സഞ്ചാരം. അത് കാണുന്നത് മലയാളികൾക്കും ഏറെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അഭിനയത്തിന്റെ ഇടവേളകളിൽ മഞ്ജു വാര്യർ ഇപ്പോൾ ഏറെയും സമയം ചിലവഴിക്കുന്നത് ബൈക്ക് റൈഡ് എന്ന പുതിയ പാഷനു വേണ്ടിയാണ്. പുത്തൻ ബൈക്ക് സ്വന്തമാക്കിയതിനു ശേഷം ബൈക്ക് റൈഡുകൾ ആസ്വദിക്കുന്ന മഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇടയ്ക്കിടെ വൈറലാകാറുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മഞ്ജു വാര്യർ BMW അഡ്വഞ്ചർ ബൈക്കായ R1250 GS എന്ന മോഡൽ സ്വന്തമാക്കിയത്. ഏകദേശം 23 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ബൈക്കിന്റെ വില. പുതിയ ബൈക്ക് വാങ്ങിയതിനു ശേഷം നടൻ അജിത്തിന് മഞ്ജു വാര്യർ നന്ദിയും അറിയിച്ചിരുന്നു. നേരത്തെ തുനിവെന്ന ചിത്രത്തിൽ അജിത്തിന്റെ നായികയായി മഞ്ജു വാര്യർ വേഷമിട്ടിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബ്രേക്കിൽ അജിത്തിനൊപ്പം നടി ലഡാക്ക് യാത്രയും നടത്തിയിരുന്നു. അജിത്ത് ഓടിച്ചിരുന്ന അതേ സീരീസിലുള്ള BMW ബൈക്കാണ് മഞ്ജുവും സ്വന്തമാക്കിയത്. അടുത്തിടെ തന്റെ ബൈക്കിൽ രാത്രി നഗരം ചുറ്റുന്ന മഞ്ജുവിന്റെ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, കുറച്ചുനാൾ മുമ്പ് ചെളി പറ്റിയ ബൈക്കിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വീഴുന്നു, ചെളിയിൽ പുരളുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ക്യാപ്ഷനൊപ്പം റൈഡ് ചെയ്ത സുഹൃത്ത് ബിനീഷ് ചന്ദ്രയ്ക്ക് നന്ദിയും അറിയിച്ചുള്ളതായിരുന്നു മഞ്ജുവിന്റെ പോസ്റ്റ്. ഇപ്പോഴത്തെ പുതിയ സിനിമയായ ഫൂട്ടേജിന്റെ പ്രൊമോഷൻ എത്തിയപ്പോൾ തന്റെ ബൈക്ക് റൈഡിംഗുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മഞ്ജു പങ്കിട്ടിരിക്കുകയാണ്. ആദ്യം ഫൂട്ടേജ് എന്ന സിനിമയെക്കുറിച്ചാണ് മഞ്ജു വാര്യർ സംസാരിച്ചത്. ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ ഉടൻ വീഡിയോയോ ഫോട്ടോയോ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി. ഓരോ നിമിഷവും ഞാനായിട്ട് ഫോണിൽ ക്യാപ്ചർ ചെയ്ത് വെക്കാറില്ല. എല്ലാം മറ്റുള്ളവർ എനിക്ക് അയച്ചു തരുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ പോലും ഞാൻ അത്ര ആക്റ്റീവ് അല്ല. സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യും, അത്രമാത്രമെന്ന് മഞ്ജു പറയുന്നു. 45-ലും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതിന് പിന്നിലെ രഹസ്യവും മഞ്ജു വെളിപ്പെടുത്തി. എന്റെ അച്ഛന്റെ ശരീരപ്രകൃതി ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇത് എനിക്കും പകർന്നു കിട്ടിയിട്ടുണ്ടാവണം. ആവശ്യത്തിനുള്ള വർക്കൗട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ സ്ട്രെങ്ത്തിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സിനിമകളിൽ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് കൊണ്ടാണ് സ്ട്രെങ്ത്തിനൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മഞ്ജു പറയുന്നു. പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സ്വകാര്യത മാനിക്കാതെയുള്ള ആരാധകരുടെ സ്നേഹപ്രകടനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മഞ്ജുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും ആളുകൾ സെൽഫി എടുക്കാനും മറ്റുമായി സ്നേഹത്തോടെ അടുത്തേക്ക് വരും. ആ സമയത്ത് നമ്മൾ എന്ത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നോക്കേണ്ട ആവശ്യം അവർക്കില്ല. പിന്നെ നമുക്ക് മൂഡ് അനുസരിച്ച് ആളുകൾ പെരുമാറണമെന്ന് നിർബന്ധം പിടിക്കാനും പറ്റില്ലല്ലോ എന്നാണ് മഞ്ജു പറഞ്ഞത്. പിന്നീട് റൈഡുകളോടും ബൈക്കിനോടുമുള്ള പ്രിയത്തെക്കുറിച്ച് മഞ്ജു സംസാരിച്ചത്. യാത്രകളോടുള്ള എന്റെ ഇഷ്ടം മനസ്സിലാക്കിയത് കൊണ്ടാണ് തുനിവ് ഷൂട്ടിംഗ് സമയത്ത് അജിത് സാർ അദ്ദേഹം പോകുന്ന ബൈക്ക് റൈഡിന്റെ ഭാഗമാകാൻ എന്നെ ക്ഷണിച്ചത്. തമിഴിൽ 3 സിനിമകളുടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. പിന്നെ എമ്പുരാന്റെ ഷൂട്ടും നടക്കുന്നുണ്ട്. പുതിയ ബൈക്കിൽ ലോങ് ഡ്രൈവ് പോയിട്ടില്ല. അതിനുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത പ്രദേശങ്ങളിൽ മാത്രമേ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുള്ളൂ. ബൈക്കിന് മേലുള്ള കമാൻഡ് എനിക്ക് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ദേഹത്തും ബൈക്കിലുമൊക്കെ ചെളി പറ്റിയത്. ബൈക്കിൽ നിന്നും വീണിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ബൈക്കാണ്. കോൺഫിഡൻസ് വന്ന ശേഷം ലോങ് ഡ്രൈവ് പോകാൻ ആഗ്രഹമുണ്ടെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. 2024 ആദ്യമായി റിലീസ് ചെയ്യുന്ന മഞ്ജു വാര്യർ സിനിമയാണ് ഫൂട്ടേജ് എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്.